കുനു കുനു ചെറുകുറു നിരകൾ കതിരിടും ചുവടിടും കതിരുകൾ. ഹലോ, വെൽക്കം ടു ബിയാ ദി എക്സ്പ്ലോറർ. ഇന്ന് ഷെനന്റോവ കാവേൺസ് വിസിറ്റ് ചെയ്തതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയാ. ഈ ഒരു കേവിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് പലതരം റോക്ക് ഫോർമേഷൻസ് ആണ്. 1884 ഈ കേവ് ഡിസ്കവർ ചെയ്യുന്നത്. ഈ ഫോർമേഷൻസിനൊക്കെ തന്നെ 1000-ഓളം വർഷം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ തൊടാനോ ഒന്നും എടുത്തിട്ട് പോകാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ വിർജീനിയ സ്റ്റേറ്റിലോ അനുസരിച്ച് നമുക്ക് ജയിലിൽ കിടക്കാനുള്ള സുവർണാവസരം കാത്തിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഓരോ റോക്ക് ഫോർമേഷൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസ് ഉണ്ട്. അതായത് ദ റെയിൻബോ ലേക്ക്, ദ ഡയമണ്ട് കാസ്കേഡ്, ദ ഓറിയന്റൽ ടീ ഗാർഡൻ. അതുപോലെ തന്നെ ബേക്കൺ ഷേപ്പിലുള്ള കേവ് ബേക്കൺ എന്ന് പറയപ്പെടുന്ന ഫോർമേഷൻസ് ഉണ്ട്. ഗുഡ് ലക്ക്. അവിടെ വെച്ച് ഇങ്ങനെ വാട്ടർ ഡ്രോപ്സ് ഒക്കെ ഞങ്ങളുടെ ദേഹത്ത് വന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോഴേ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി പറഞ്ഞു ഇത് സൈൻ ഓഫ് ഗുഡ് ലക്ക് ആണ്. അതാണ് ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കേവ് ടൂറിൻ്റെ ടൈം വരുന്നത് 1 hour ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ 54 ഫാരൻഹൈറ്റ് ആണ്. അതായത് 10 to 12 ഡിഗ്രി സെൽഷ്യസ് വരും. അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഓൾ ഓവർ ദ ഇയർ ഇതേ ടെമ്പറേച്ചർ ആയിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിലെ കേവ് കോൺസെപ്റ്റിനെയൊക്കെ തിരുത്തി കുറിക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നിത്. എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇതൊരു മാജിക്കൽ വേൾഡ് ആണെങ്കിൽ ജിയോളജിയൊക്കെ പഠിച്ച് ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് ഒരു നോളജൊക്കെ ഉള്ളവർക്ക് ഇതൊരു പാരഡൈസ് ആണ്. അങ്ങനെ നടന്ന് നെക്സ്റ്റ് റൂമിൽ എത്തിയപ്പോൾ ഗൈഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റോക്ക് പീസിൻ്റെ വെയിറ്റ് എത്ര ആണെന്ന്. എന്തായാലും അതിവിദഗ്ധമായി കറക്കിക്കുത്തി എൻ്റെ ചേച്ചി ഉത്തരം പറഞ്ഞു 200 ടൺ എന്ന്. അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ഞാൻ പറഞ്ഞ ആൻസർ തെറ്റായതുകൊണ്ട് തന്നെ അഭിമാനപുളകിതയൊന്നും ആവാൻ ഞാൻ പോയില്ല. ഗൈഡ് പറയുന്നതൊക്കെ അമേരിക്കൻ ആക്സെൻറ്റിലുള്ള തമാശകളായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ എല്ലാവരും ചിരിക്കുന്നതുകൊണ്ട് ഞാനും ചിരിച്ചു. വയ്യാത്തവരൊക്കെ എലിവേറ്ററിൽ കൂടെ വന്നാൽ മതി. വയ്യാത്തവരെയൊക്കെ എലിവേറ്ററിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ആരോഗ്യമുള്ള 3 പേര് നടന്നിട്ടാണ് പുറത്തോട്ട് വന്നത്. എവിടെയും ചെന്നാൽ ആവശ്യമില്ലാത്ത എല്ലാ സാധനവും എനിക്ക് വേണം. അങ്ങനെ രാമയൊക്കെ വാങ്ങി. ഒന്നും ആടണ്ട. അതൊരു വലിയ പാർക്കായതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇത്ര സ്പീഡിൽ പോകുന്ന സ്കൂൾ ബസ്സോ? ഓ മൈ ഗോഡ്. ചുവടിടും കതിരുകൾ ചുവരിടും കതിരുകളി. കേവാണ് കാണാൻ പോകുന്നതെന്നുള്ള ബോധമില്ലാതെ ഞാൻ സൺഗ്ലാസും ഒക്കെ വെച്ചിട്ടായിരുന്നു അവിടുത്തെ വിസിറ്റേഴ്സ് സെൻ്ററിലോട്ട് കയറി ചെന്നത്. അതായിരുന്നു ഈ പറഞ്ഞ് ചിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന ബക്കീസ് എന്താണെന്നും ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്നും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു സോ മച്ച്.